ഹായ് ഹലോ, ഇത് റിബൺ ഗ്രാസ് പ്ലാന്റ് ആണ് കേട്ടോ. കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നുന്നത് എന്താണ്, സ്പൈഡർ പ്ലാന്റ് ആണെന്ന് തോന്നും. പക്ഷേ ഇത് റിബൺ ഗ്രാസ് പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിൽ കമ്പ് നീണ്ടു വന്നിട്ട് തൈകളൊന്നും ഉണ്ടാവില്ല, ഇതിങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. ഇതിൽ അടിവശത്തെ ഒരു കിഴങ്ങ് പോലെ ഉണ്ടാവും, ഒരു ചെറിയ ഉള്ളി പോലുള്ള കിഴങ്ങ് ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ഒരുപാട് തൈകളാവുന്നതാണ്. ഇത് നമുക്ക് വലിയൊരു പോട്ടിലേക്ക് മാറ്റി കൊടുക്കണം. കാരണം പോട്ട് എത്രത്തോളം വലിപ്പമുണ്ട്, എത്രത്തോളം തിക്കായിട്ട്, അതായത് ബുഷിയായിട്ട് നിൽക്കുന്ന പ്ലാന്റാണ് അത്. ഇപ്പോൾ കാണിക്കുന്നത് സ്പൈഡർ പ്ലാന്റ് ആണ് കേട്ടോ. ഞാൻ ഈ അടുത്ത് സ്പൈഡർ പ്ലാന്റ് കുറേ എണ്ണം നട്ട് വെച്ചിരുന്നു. നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നുണ്ട് കേട്ടോ, നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളരുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു മാസമൊക്കെ കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, വലിയൊരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ. ഒരു 5-6 ഞാൻ നട്ട് വെച്ചിരുന്നു അന്ന്. അപ്പോൾ അതൊക്കെ എല്ലാം ഒറ്റൊന്നും പിടിക്കാതെ ഇരുന്നിട്ടില്ല, എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. കാരണം ഇതിൽ ഓൾറെഡി വേരുണ്ടാവും അല്ലേ, നമുക്കറിയാം സ്പൈഡർ പ്ലാന്റിന് അതിൽ വേരുണ്ടാവും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് പിടിച്ച് കിട്ടും. അപ്പോൾ ഇത് പലർക്കും തെറ്റ് പറ്റാറുണ്ട്. അപ്പോൾ ഇത് റിബൺ ഗ്രാസ് പ്ലാന്റും മറ്റേത് സ്പൈഡർ പ്ലാന്റും ആണ് കേട്ടോ. രണ്ടും കാണുമ്പോൾ ഏകദേശമൊക്കെ ഒരുപോലെ തോന്നെങ്കിലും രണ്ടും വ്യത്യാസമുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടോ?